ശാസ്ത്രീയ UP സ്കൂൾ വിദ്യാർത്ഥികൾ ബോധവൽക്കരണവുമായി തെരുവിലേക്ക്. ശുചിത്വ ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ഷിഗല്ല രോഗത്തിനെതിരെ പോരാടാൻ കുട്ടികൾ തെരുവിലിറങ്ങി. ചേലോട് ശാസ്ത്രീയ UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൂക്കോട്ടുംപാടം കരുളായി അങ്ങാടികളിൽ ജനങ്ങൾക്ക് അറിവേകി ബോധവൽക്കരണ സ്കിറ്റ് അവതരിപ്പിച്ചത്. ഇവന് കഠിനമായ പനിയും രക്തം കലർന്ന വയറിളക്കവുമുണ്ട്. ഇത് ഷിഗല്ല രോഗബാധയുടെ ലക്ഷണങ്ങളാണ്. പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ നടന്ന പരിപാടി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫീഫ VP ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുപോകേണ്ട ഒരു അനിവാര്യതയാണ്. എനിക്ക് തോന്നുന്നു ചേലോട് സ്കൂൾ അനിവാര്യത മനസ്സിലാക്കിയിട്ടാണ് LP സ്കൂളുകളിലെ PTA പ്രസിഡന്റ് മുഹമ്മദ് സാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രസാദ് K സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ ബിനു അമരമ്പലം, ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജി വർഗീസ്, വൃന്ദ, അബ്ദുൽ ഹലീം PC എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി രാജീവ് K ചടങ്ങിൽ നന്ദി പറഞ്ഞു. പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം വലിയൊരു നിര തന്നെ രംഗത്തുണ്ടായിരുന്നു. ജസ്ന പള്ളിക്കുന്ന്, പ്രണവ് TP, ഗായത്രി PK, ആതിര PS, സുദേവ് PV, സജിരാജ് KP, സുരേഷ് കൊടശ്ശേരി, മായ PV, നീതു K, നീതു PV, മിഥുൻ, വിഷ്ണു, അഭിജിത്ത്, അനന്തകൃഷ്ണൻ, ഫെബിന, ഉമ്മർ അലി എന്നിവരാണ് പൂക്കോട്ടുംപാടത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് കരുളായി അങ്ങാടിയിൽ വെച്ച് നടന്ന ബോധവൽക്കരണ പരിപാടി കരുളായി ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നമ്മുടെ SIUP സ്കൂളിന്റെ ചേലോട് സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും അതുപോലെ വീണ്ടും PTA ഭാരവാഹികൾക്കും നമ്മുടെ കരുളായി ആരോഗ്യ കേന്ദ്രത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വ്യക്തിശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലളിതമായ ഭാഷയിൽ കുട്ടികൾ അവതരിപ്പിച്ച നാടകം കാണികൾക്ക് പുത്തൻ അനുഭവമായി മാറി. ഷിഗല്ല രോഗബാധയുടെ ലക്ഷണങ്ങളാണ്. പുറത്തുനിന്ന് കൈ കഴുകാതെ ആഹാരം കഴിച്ചോ? മലിനമായ വെള്ളം കുടിച്ചോ? ഡോക്ടർ, സ്കൂൾ വിട്ടു വരുന്ന വഴി കൈ കഴുകാതെ ആഹാരം കഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. അതാണ് കാരണമായത്. ഷിഗല്ല ബാക്ടീരിയകൾ മലിനമായ കൈകളിലൂടെയും ആഹാരത്തിലൂടെയുമാണ് ശരീരത്തിൽ എത്തുന്നത്. ഒട്ടും വൈകാതെ ORS ലായനിയും തിളപ്പിച്ചാറ്റിയ വെള്ളവും വേണ്ടത്ര ചികിത്സയും നൽകണം. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുട്ടികൾക്ക് കൊടുക്കൂ. വൃത്തിയായി സോപ്പിട്ട് കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കൂ കൂട്ടരെ, ശ്രദ്ധിക്കൂ. ഷിഗല്ലയെ നമുക്ക് തുരത്താം. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകാം. തുറന്നു വെച്ച ആഹാരങ്ങൾ കഴിക്കില്ല ഞങ്ങൾ. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ ഞങ്ങൾ. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് നമ്മുടെ ആയുധം. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം. KL 71 ന്യൂസ് കരുളായി.